അങ്ങനെ ഹാംസ്റ്റർ കോയിൻ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ബിനാൻസിലോട്ട് ഡയറക്റ്റ് മാറ്റിയിട്ട് നമുക്ക് ഹാംസ്റ്റർ കോയിൻ ബൈ ചെയ്യാം, സെൽ ചെയ്യാം, പണം ഉണ്ടാക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉറക്കം വിളിച്ചിരുന്ന് പോലും ഹാംസ്റ്റർ കോയിനുകൾ നമുക്ക് ടാപ്പ് ചെയ്തും മറ്റുള്ള ടാസ്കുകൾ ചെയ്തും ഒക്കെ ഹാംസ്റ്റർ കോയിനുകൾ നേടുമ്പോൾ ഓരോരുത്തരുടെ സ്വപ്നം വരുന്നത് ബിനാൻസ് ലിസ്റ്റിംഗിൽ വരുമോ, ഇത് ലിസ്റ്റിംഗിൽ വരുമോ, ഈ കോയിനുകൾ ഇത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അതൊക്കെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. എല്ലാ എക്സ്ചേഞ്ചിലും, ലോകത്തുള്ള ഒരുപാട് മിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ഹാംസ്റ്റർ കോയിൻ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഹാംസ്റ്റർ കോയിനുകളുടെ കാലമാണ്. നിങ്ങൾ ചെയ്ത ഇത് വൃഥാവിലാവില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടുക തന്നെ ചെയ്യും. ഹാംസ്റ്റർ കോയിൻ ഇതുവരെ കഷ്ടപ്പെട്ടതിന് പരിമിതികളുണ്ട്. നമുക്കത് ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബിനാൻസിലെ രജിസ്ട്രേഷനും ആ ബിനാൻസിലേക്ക് നമ്മുടെ ഹാംസ്റ്റർ കോയിനുകൾ എങ്ങനെ മാറ്റാം, അതിനുള്ള ഇതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ടാപ്പ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഇനി വരുന്ന ഓരോ വീഡിയോസും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. മച്ചന്മാരെ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഹാംസ്റ്റർ കോമ്പാറ്റിൽ നമുക്ക് എയർ ഡ്രോപ്പിലോട്ട് പോകാം. എയർ ഡ്രോപ്പിലോട്ട് പോയിട്ട് നമുക്കിവിടെ വിഡ്രോവർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്ചേഞ്ച്, നമുക്ക് ലിസ്റ്റ് ചെയ്യുന്ന ഓരോ എക്സ്ചേഞ്ചുകളും നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ബിനാൻസ് എക്സ്ചേഞ്ച്, ഓക്കെ എക്സ് എക്സ്ചേഞ്ച്, ബൈബിറ്റ് എക്സ്ചേഞ്ച്, വാലറ്റ് ഇൻ ടെലഗ്രാം, ഇബി എക്സ്ചേഞ്ച്, ഓൺഷിൻ എയർ ഡ്രോപ്പ് എന്ന് വെച്ച് ഒരുപാട് എക്സ്ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ ബിനാൻസിലാണോ ഓക്കെ എക്സിലാണോ ഏതിൽ വേണമെങ്കിലും നമുക്കത് കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ എയർ ഡ്രോപ്സ് ഡയറക്റ്റ് അതിലോട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ബിനാൻസുമായിട്ട് എങ്ങനെ ഇത് സെറ്റപ്പ് ചെയ്യാമെന്നാണ്. അതിന് നമ്മൾ ആദ്യം ബിനാൻസിലോട്ട് പോകേണ്ടതുണ്ട്. ബിനാൻസിലോട്ട് പോവുക, ബിനാൻസിലോട്ട് പോവുക. ബിനാൻസിലോട്ട് പോയിട്ട് നമുക്ക് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വാലറ്റ് സെലക്ട് ചെയ്തു. അവിടെ വാലറ്റിൽ നമുക്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. വാലറ്റിൽ നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നമുക്കിവിടെ ഹാംസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഹാംസ്റ്റർ എന്നടിച്ചു കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഹാംസ്റ്റർ എന്ന് പറയുന്ന കോയിൻ വന്നിരിക്കുന്നതാണ്. അത് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യേണ്ടത് ടൺ കോയിനാണ്. ടൺ നെറ്റ്വർക്കാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ്. ബോത്ത് മെമോ ആൻഡ് അഡ്രസ് ആർ റിക്വയർഡ്. രണ്ടും വേണം, അഡ്രസ്സും വേണം, നമുക്ക് മെമ്മോവും അവിടെ ആവശ്യമാണ്. ഓക്കെ അടിക്കുക. നമുക്കത് കോപ്പി ചെയ്തെടുക്കുക. ഇവിടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഉണ്ട്, അത് കോപ്പി ചെയ്തെടുക്കുക. മെമ്മോ അത് നമ്മളിവിടെ സെലക്ട് ചെയ്തെടുക്കുക. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഹാംസ്റ്റർ കോമ്പാറ്റിലോട്ട് പോകാം. ഹാംസ്റ്റർ കോമ്പാറ്റിലോട്ട് പോയിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യേണ്ട ഐറ്റംസ് എടുക്കാം. ഓക്കെ, എയർ ഡ്രോപ്സിൽ നമ്മൾ വിഡ്രോവിൽ നമ്മൾ ബിനാൻസുമായിട്ടാണ് നമ്മൾ അത് KYC നീട്ടിട്ടാണ് അവിടെ നമുക്ക് യെസ് ഐ ഹാവ് ഇട്ട്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്ത ആ വിഡ്രോവൽ അഡ്രസ്സ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം മെമ്മോ അവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. മെമ്മോ അതവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് ചൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് ചൂസ്. വെൽ ഡൺ. സ്റ്റേ ട്യൂൺഡ് വിത്ത് അപ്ഡേറ്റ്സ്. താങ്ക്സ്. ഹാംസ്റ്റർ കോമ്പാറ്റ് നമ്മുടെ ടെലഗ്രാമുമായിട്ട് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ബിനാൻസ് എക്സ്ചേഞ്ചുമായിട്ട് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. റിക്വസ്റ്റ് ടു ബിനാൻസ് വാസ് സെൻഡ്. ട്രേഡ് ഓൺ എനിവേറും. ഓക്കെ, നിങ്ങളും അതുപോലെ ബിനാൻസ് എക്സ്ചേഞ്ചുമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്ചേഞ്ചുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.